എവരിവൺ, ഗുഡ് മോർണിംഗ്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. ടോപ്പിക് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഒട്ടുമിക്ക എല്ലാ ടോപ്പിക്കുകളും പോസിറ്റിവിറ്റി അല്ലെങ്കിൽ നമ്മളുടെ ലൈഫിൽ പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ ക്രിയാത്മകമായിട്ടുള്ള കൺസ്ട്രക്റ്റീവായിട്ടുള്ള പ്രൊഡക്റ്റീവായിട്ടുള്ള ചേഞ്ചസ് നമുക്ക് ലൈഫിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള ടോപ്പിക്സാണ് എപ്പോഴും സംസാരിക്കുന്നത്. അത് നമ്മളെപ്പോഴും സക്സസ്ഫുൾ ആകുക അല്ലെങ്കിൽ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ലൈഫ് എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു ഡയറക്ഷനിലേക്ക് നമ്മുടെ ലൈഫിനെ നമുക്ക് എങ്ങനെ ചേഞ്ച് ചെയ്യാം. അപ്പോൾ അതിനുള്ള ചില ടിപ്സുകളും അല്ലെങ്കിൽ ചില ഹിൻസ് ഒക്കെ തന്നെയാണ് നമ്മൾ ഇൻഫർമേഷൻ ഒക്കെയാണ് നമ്മളെപ്പോഴും ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലും ബിസിനസ് ആസ് യൂഷ്വൽ സമാനമായിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അതായത് സക്സസ് തന്നെയാണ് നമ്മൾ അതിൻ്റെ ശരിക്കുള്ളൊരു സബ്ജക്റ്റ് മാറ്റർ. അപ്പോൾ അതിനെ റിവോൾവ് ചെയ്താണ് നമ്മളുടെ ഈ ടോപ്പിക്ക് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. അതായത് ഈ സക്സസ്സും ഫെയിലറും തമ്മിൽ പ്രത്യേകിച്ച് വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. വ്യത്യാസം അതൊരു തിൻ ലൈന്, ഒരു നേർരേഖയുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. സെൽഫ് ഡൗട്ട് എന്ന് പറയുന്ന വലിയൊരു പ്രശ്നം നമ്മളെല്ലാവരെയും ഹണ്ട് ചെയ്യുന്നതാണ്. അതായത് നമ്മളെല്ലാം ഡൗട്ടിങ് അവേഴ്സെൽസ്, മറ്റുള്ളവരിൽ നിന്നും ഉണ്ടാകുന്നതിനേക്കുള്ള ഏറ്റവും പ്രശ്നങ്ങൾ നമ്മളിൽ നിന്ന് ഉണ്ടാകുന്ന എപ്പോഴും ഒട്ടുമിക്ക അവസരങ്ങളിലും ഒട്ടുമിക്ക സമയങ്ങളിലും. അപ്പോൾ അങ്ങനെയുള്ളൊരു വില്ലൻ അല്ലെങ്കിൽ നമ്മളെ എപ്പോഴും അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നൊരു ക്യാൻസറാണ് ശരിക്കും പറഞ്ഞാൽ സെൽഫ് ഡൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്നുവെച്ചാൽ നമ്മളെ സ്വയം അവിശ്വസിക്കുക, നമ്മളുടെ ടാലൻറ്റിൽ അല്ലെങ്കിൽ നമ്മളുടെ കഴിവുകളിൽ ഒക്കെ തന്നെ നമ്മൾ സ്വയം അവിശ്വസിക്കുന്നത് കൊണ്ട് നമുക്ക് നഷ്ടപ്പെടുന്ന അവസരങ്ങളും നല്ല ലൈഫും. അപ്പോൾ ആ സെൽഫ് ഡൗട്ടാണ് ഒരു പ്രധാനപ്പെട്ട വില്ലൻ നമ്മുടെ ലൈഫിൽ എന്ന് പറയുന്നത്. മറ്റുള്ളവർ നമ്മളെ ഡൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നമുക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് നെഗറ്റീവായിട്ട് ഒരു ഒപ്പീനിയനോ അല്ലെങ്കിൽ ഒരു ജഡ്ജ്മെൻറ്റോ ഒന്നും ഉണ്ടെങ്കിൽ അതൊന്നും നമ്മളെ കാര്യമായിട്ട് ബാധിക്കത്തില്ല. അൺലെസ് നമുക്ക് നമ്മളെക്കുറിച്ച് നെഗറ്റീവായിട്ട് ഒപ്പീനിയനോ നമ്മളെ നെഗറ്റീവായിട്ട് ജഡ്ജ് ചെയ്യാതിരിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ കുഴപ്പമില്ല. അതുപോലെ തന്നെ നമ്മളെ ഡൗട്ട് ചെയ്യാതെ കഴിഞ്ഞാൽ നമ്മുടെ കഴിവിൽ നമുക്ക് ഡൗട്ട് ഉണ്ടാകാതിരുന്നാൽ മതി. ഈ ടാലൻറ്റിൻ്റെ കാര്യം പറയുമ്പോൾ ഈ ലോകത്തിലുള്ള നമ്മളെപ്പോലുള്ള എല്ലാ മനുഷ്യർക്കും ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള ടാലൻറ്റ് ഉണ്ടാകും. ടാലൻ്റ് എന്ന് പറഞ്ഞാൽ കഴിവില്ലാത്തതായിട്ടുള്ളൊരു മനുഷ്യനില്ല, അങ്ങനെ ഒരു മനുഷ്യനെയും സൃഷ്ടിക്കപ്പെടുന്നില്ല. എല്ലാവർക്കും പലതരത്തിലുള്ള ടാലൻ്റുണ്ട്. അത് നമ്മൾ മനുഷ്യൻ്റെ ജീവിതത്തിൽ നിന്ന് നമ്മൾ എപ്പോഴും കണ്ടറിയുന്നതാണ്. ഈ സെൽഫ് ഡൗട്ടുള്ള ആൾക്കാർ അവരുടെ ടാലൻറ്റിനെ കുറിച്ച് അവർക്ക് തിരിച്ചറിവുണ്ടാകത്തില്ല. ഇനി അവർക്ക് കഴിവുണ്ടെന്ന് അവർക്ക് ബോധ്യമുണ്ടെങ്കിൽ തന്നെ, അതിനെക്കുറിച്ച് അവർക്ക് അറിയാമെങ്കിൽ തന്നെ അവർ ഡൗട്ട്ഫുള്ളായിരിക്കും. എനിക്കിത് ചെയ്യാൻ കഴിയുമോ, ചെയ്തു കഴിഞ്ഞാൽ നല്ല റിസൾട്ട് ഉണ്ടാകുമോ, അല്ലെങ്കിൽ ചെയ്താൽ ഞാൻ മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് അഭിപ്രായങ്ങൾ പറയും, എന്നെ എങ്ങനെ ജഡ്ജ് ചെയ്യും, ഞാൻ ക്രിറ്റിസൈസ് ചെയ്യപ്പെടുമോ, അല്ലെങ്കിൽ ലാഫിങ് അറ്റ് എന്നൊക്കെ പറയില്ലേ, അതേഴ്സ് വിൽ ലാഫ് അറ്റ്, എന്നുവെച്ചാൽ മറ്റുള്ളവർ എന്നെ നോക്കി ചിരിക്കുമോ, കളിയാക്കുമോ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി സംശയങ്ങൾ നമ്മുടെ ഉള്ളിൽ നിലനിൽക്കുന്നുണ്ട്. അത് നമ്മളോട് തന്നെ സംസാരിക്കുന്നതാണ്. സെൽഫ് ടോക്കാണ് ഇതെല്ലാം. സെൽഫ് ടോക്കാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വശം എന്ന് പറഞ്ഞാൽ. എന്നുവെച്ചാൽ നമ്മളോട് എങ്ങനെ ഉള്ളിൽ സംസാരിക്കുന്നു എന്നുള്ളതാണ്. അപ്പം അതിൻ്റെ പോസിറ്റിവിറ്റിയും നെഗറ്റിവിറ്റിയാണ് എപ്പോഴും നമ്മുടെ ലൈഫിൽ വ്യത്യാസം ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളോട് പോസിറ്റീവായിട്ട് സംസാരിക്കുകയാണെങ്കിൽ നമ്മളെപ്പോഴും മറ്റുള്ളവരെ കുറ്റം പറയും. ആ വ്യക്തി എന്നോട് ഇങ്ങനെ പറഞ്ഞു, ആ വ്യക്തി എന്നോട് അങ്ങനെ പറഞ്ഞു, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മളെപ്പോഴും ബ്ലെയിം ചെയ്യുന്നത് മറ്റുള്ള വ്യക്തികളെയോ പുറത്തുള്ള ഓബ്ജക്ട്സിനെയോ അല്ലെങ്കിൽ നമ്മുടെ പുറത്തുള്ള എൻവയോൺമെൻറ്റ്, അവസ്ഥകൾ, പരിസ്ഥിതികളൊക്കെ തന്നെ ആയിരിക്കും നമ്മളെപ്പോഴും ബ്ലെയിം ചെയ്യുന്നത്. ബിക്കോസ് അതൊരു എളുപ്പ വഴിയാണ്, നമുക്ക് രക്ഷപ്പെടാൻ പറ്റുന്ന വഴിയാണ് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതേസമയം നമ്മളുടെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ സെറ്റ് ബാക്സും അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫെയിലുവർ അല്ലെങ്കിൽ നമ്മുടെ പുവർ പെർഫോമൻസ്, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ തന്നെ പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാകുന്നതാണ്. നമ്മുടെ സെൽഫ് ടോക്ക്, സെൽഫ് ഡൗട്ട് ഇതുകൊണ്ടൊക്കെ തന്നെ ഉണ്ടാകുന്നതായിരിക്കും. എന്നുവെച്ചാൽ അത് നമ്മളെ
ഈ സെൽഫ് ടോക്ക് നെഗറ്റീവ് ആണെങ്കിൽ, സെൽഫ് ടോക്ക് വളരെ എന്താണ് പറയുന്നത്, ഒരു കൺസ്ട്രക്റ്റീവ് അല്ലെങ്കിൽ പോസിറ്റീവ് അല്ലെങ്കിൽ അത് നമ്മളെ ഷ്രിങ്ക് ചെയ്യും. നമ്മളെ ഷ്രിങ്ക് ചെയ്യുന്നതാണ് നമ്മളെ അത് ചുരുക്കും ശരിക്കും പറഞ്ഞാൽ. എന്നുവെച്ചാൽ നമുക്ക് പെർഫോം ചെയ്യാൻ കഴിയത്തില്ല. നമ്മൾ പെർഫോം ചെയ്യേണ്ട അല്ലെങ്കിൽ നമ്മൾ നിർവഹിക്കേണ്ട കാര്യങ്ങൾ നിർവഹിക്കാനുള്ള കോൺഫിഡൻസ് നമുക്കുണ്ടാകത്തില്ല. ആ ഉണ്ടാകത്തിന് കാരണം നമ്മുടെ സെൽഫ് ടോക്ക് എപ്പോഴും നമ്മളെ നെഗറ്റീവായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ സെൽഫ് ഡൗട്ട് നമുക്ക് കൂടുതലായിരിക്കും. അപ്പോൾ ഇതൊരു ഭാഗമാണ്. ഇതാണ് എപ്പോഴും ഈ പെർഫോമൻസ് ജീവിതത്തിൽ ഉള്ള വ്യക്തികളും ഹൈ പെർഫോമൻസ് ഉള്ള വ്യക്തികളെ നിന്ന് നമ്മളെ വേർതിരിക്കുന്നതല്ല. അപ്പോൾ അതിനുള്ള ഒരു ആൻറ്റിഡോട്ട് അല്ലെങ്കിൽ മറുമരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെൽഫ് ഡൗട്ടിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ നെഗറ്റീവ് സെൽഫ് ടോക്കിൽ നിന്നും നമ്മളെ സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയുന്ന ഒരു തലത്തിലേക്ക് നമ്മളെ സ്വയം ലീഡ് ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ളതാണ്. അത് നമ്മളെക്കൊണ്ട് മാത്രമേ സാധിക്കത്തുള്ളൂ. മറ്റുള്ളവരുടെ മോട്ടിവേഷണൽ സ്പീച്ച് നമുക്ക് കേൾക്കാം, മറ്റുള്ളവർ നമ്മളെ ഇൻസ്പയർ ചെയ്യാനുണ്ടായിരിക്കാം, മറ്റുള്ളവർ നമ്മളെ ഏതെങ്കിലുമൊക്കെ തരത്തിൽ സപ്പോർട്ട് ചെയ്യാനുണ്ടായിരിക്കാം, ഒരു പാറ്റ് ഓൺ ദ ബാക്ക് എന്നൊക്കെ പറയില്ലേ, ഒരു സപ്പോർട്ട്. എന്തൊക്കെ തന്നെ ഉണ്ടെങ്കിലും ശരി, അതെല്ലാം ബാഹ്യമായിട്ടുള്ള അവസ്ഥകളാണ്. പക്ഷേ നമ്മുടെ ഉള്ളിൽ ഇൻറ്റേർണലായിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാകാതെ തീർച്ചയായിട്ടും മാറ്റങ്ങൾ ഉണ്ടാകത്തില്ല. അപ്പോൾ ഈ സെൽഫ് ഡൗട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻറ്റേർണൽ കണ്ടീഷനാണ്, നമ്മുടെ ഉള്ളിൽ നമ്മളെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു കണ്ടീഷനാണ്. അതുപോലെ തന്നെ നെഗറ്റീവ് സെൽഫ് ടോക്ക്, ഇതൊക്കെ നമ്മൾ സ്ഥിരമായി ഉണർന്നിരിക്കുമ്പോൾ വെൻ വി ആർ വേക്കിംഗ് അപ്പ്, അല്ല വെൻ വി വേക്ക് അപ്പ്, അല്ലെങ്കിൽ നമ്മുടെ വേക്കപ്പായിട്ടുള്ള നമ്മൾ ഉണർന്നിരിക്കുമ്പോഴുള്ള അവസരങ്ങൾ നമ്മളെപ്പോഴും, ബിക്കോസ് വി ആർ ടോക്കിംഗ് ടു ഓൾ പീപ്പിൾ ടോക്ക് ടു ദംസെൽസ്, അല്ലെങ്കിൽ വി ടോക്ക് ടു അവർ സെൽസ് കോൺസ്റ്റൻ്റ്ലി. അപ്പോൾ ആ നെഗറ്റീവായിട്ടുള്ള ആ സെൽഫ് ടോക്കാണ് ഒരു ഡിസൈഡിങ് ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ആ സെൽഫ് ടോക്കിനെ നമ്മൾ ശ്രദ്ധിക്കുക. കാരണം ഇത് പലപ്പോഴും അല്ല, ഒട്ടുമിക്ക ആൾക്കാരും അതിനെക്കുറിച്ച് കോൺഷ്യസ് അല്ല. നമ്മൾ എന്താണ് നമ്മുടെ ഉള്ളിൽ നമ്മൾ സംസാരിക്കുന്നുണ്ട്, നമ്മളോട് തന്നെ സംസാരിക്കുന്നുണ്ട്. ബിക്കോസ് വി ഓൾവേസ് വിസ്പർ ടു അവർ സെൽസ്, അല്ലേ, നമ്മളുടെ ചെവിയിൽ നമ്മൾ തന്നെ മന്ത്രിക്കുന്നത് പോലെ തന്നെ. ബിക്കോസ് വി ടോക്ക് ടു അവർ സെൽസ് എവറി നൗ ആൻഡ് ദെൻ. അപ്പോൾ അതിനെക്കുറിച്ച് മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ, ഓൾമോസ്റ്റ് ഓൾ ദ പീപ്പിൾ, ദേ ആർ നോട്ട് കോൺഷ്യസ് ഓഫ് ദാറ്റ് പ്രോസസ്, അല്ലെങ്കിൽ ആ ഒരു ആക്ടിവിറ്റി. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ബോധ്യമുള്ള എന്താണ് ഞാൻ എന്നോട് സംസാരിക്കുന്നത്, എന്നെ തന്നെ ഡിസ്കറേജ് ചെയ്യാൻ, എന്നെ തന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ തരത്തിൽ ഉള്ള, അല്ലെങ്കിൽ എന്നെ പ്രൊഡക്റ്റീവായിട്ടും പോസിറ്റീവായിട്ടും നമ്മുടെ ലൈഫിനെ മുമ്പോട്ട് പുഷ് ചെയ്യാൻ കഴിയാത്ത തരത്തിലുള്ള ടോക്കാണ്. ആ ടോക്കിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മളുടെ ആക്ടിവിറ്റീസ് ഒക്കെ. അപ്പം സെൽഫ് ഡൗട്ടിൽ നിന്നും ഇതുപോലുള്ള നെഗറ്റീവ് സെൽഫ് ടോക്കിൽ നിന്നും നമ്മളെ സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയുന്ന ഒരു ലാൻഡ്സ്കേപ്പിലേക്ക്, അല്ലെങ്കിൽ ഭൂമികയിലേക്ക് നമ്മൾ ലീഡ് ചെയ്യുക. അത് നമ്മളുടെ ഉള്ളിൽ തന്നെയുള്ളൊരു പ്രോസസ്സാണത്. മറ്റുള്ളവർക്ക് ഇത് നമുക്കെങ്ങൊന്നും വി കനോട്ട് ബൈ ഇറ്റ് ഫ്രം ഔട്ട് സൈഡ്, പുറത്തുനിന്ന് നമുക്ക് വാങ്ങിക്കാൻ പറ്റത്തില്ല, ഔട്ട്സോഴ്സ് ചെയ്യാൻ പറ്റത്തില്ല. വി കനോട്ട് ബോറോ ഇറ്റ് ഫ്രം അതർ പീപ്പിൾ. ഇല്ല, സെൽഫ് കോൺഫിഡൻസ് നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് കടം മേടിക്കാൻ പറ്റത്തില്ല, കടകളിൽ കിട്ടത്തില്ല, സൂപ്പർ മാർക്കറ്റിൽ കിട്ടത്തില്ല. അല്ലെങ്കിൽ വി കനോട്ട് സ്റ്റീൽ, അല്ലേ, നമുക്ക് മറ്റുള്ളവർ മോഷ്ടിക്കാൻ പറ്റത്തില്ല. മറ്റുള്ളവർക്ക് അവരുടെ സെൽഫ് കോൺഫിഡൻസ് ഉള്ളൊരു വ്യക്തിക്ക് അത് നമുക്ക് കടം തരാൻ കഴിയില്ല, അല്ലെങ്കിൽ അവർക്ക് ദാനം തരാൻ കഴിയില്ല. സോ ഓൾ ദീസ് തിങ്സ്, ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ സ്വയം ഉണ്ടാകേണ്ട എല്ലാം അങ്ങനെ. ലൈഫ് ഈസ് എൻ ഇൻസൈഡ് ഔട്ട് അപ്രോച്ചാണ് എപ്പോഴും, ഔട്ട്സൈഡ് ഇൻ അല്ല. കാരണം നമ്മൾ ഇൻസൈഡ് ഔട്ട് അപ്രോച്ചിൻ്റെ റിഫ്ലക്ഷൻ മാത്രമേ ഉള്ളൂ നമ്മുടെ ലൈഫിൽ കാണുന്നില്ല, നമ്മുടെ പേഴ്സണൽ ലൈഫായിട്ട് ബന്ധപ്പെട്ട്. സോ ഓൾ ദീസ് തിങ്സ് വിൽ ഹാവ് ടു ടേക്ക് പ്ലേസ് ഇൻസൈഡ് അവർ സെൽസ്. സോ സെൽഫ് കോൺഫിഡൻസ് മീൻസ് നമുക്ക് നമ്മളിൽ കോൺഫിഡൻസ് ഉണ്ട്. സെൽഫ് ഡൗട്ട് എന്ന് പറഞ്ഞാൽ ബിക്കോസ് വി ആർ ഡൗട്ടിങ് അവർ സെൽഫ് ടോക്ക് എന്ന് വി ആർ ടോക്കിംഗ് ടു അവേഴ്സസ് ദാറ്റ് ക്യാൻ ടേക്സ് പ്ലേസ് ഐദർ ഇൻ ദ പോസിറ്റീവ് ഓർ ഇൻ ദ നെഗറ്റീവ് മാനർ. അപ്പോൾ ഈ പറഞ്ഞ വശം, ഇപ്പോൾ ഇതൊരു ഇടത് സൈഡാണെന്നിരിക്കട്ടെ, ഈ സെൽഫ് ടോക്കും നെഗറ്റീവ് സെൽഫ് ടോക്കും സെൽഫ് ഡൗട്ടും, അല്ലെങ്കിൽ ലാക്ക് ഓഫ് സെൽഫ് കോൺഫിഡൻസ്, സെൽഫ് ട്രസ്റ്റ് എന്നൊക്കെ പറയുന്നത്, മറ്റേതെല്ലാം പോസിറ്റീവ് നമ്മുടെ റൈറ്റ് സൈഡിലാണ് ഇരിക്കുന്നത്. സോ വി ഹാവ് ടു ഇതിൽ നിന്ന് നമ്മളെ ബെയിൽ ഔട്ട് ചെയ്യുക, എസ്കേപ്പ് ചെയ്യുക. ഈ ഒരു സോണിൽ നിന്നും, അല്ലെങ്കിൽ ഈ ഒരു ലാൻഡ്സ്കേപ്പിൽ നിന്നും നമ്മളെ രക്ഷപ്പെടുത്തിയിട്ട്, അല്ലെങ്കിൽ അവിടുന്ന് നമ്മളെ ഡിറ്റാച്ച് ചെയ്തിട്ട് ഈ സെൽഫ് കോൺഫിഡൻസിൻ്റെ
ലാൻഡ്സ്കേപ്പിലേക്ക് അല്ലെങ്കിൽ ഭൂമികയിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നത്. അത് വളരെ എളുപ്പമാണ്. എളുപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിബിളാണ്, എളുപ്പമല്ല. എപ്പോഴും എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. എല്ലാ നല്ല കാര്യങ്ങളും ഈസി അല്ല, പക്ഷേ പോസിബിളാണ്. നമുക്ക് ഈസി അല്ല, കാരണം അതിൻ്റെ ആയിട്ടുള്ള പ്രോസസ്സുണ്ട്. നമുക്ക് ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് നമുക്കതിനെ അപ്രോച്ച് ചെയ്താൽ മാത്രമേ സാധ്യമാകത്തുള്ളൂ. ബട്ട് ഇറ്റ്സ് പോസിബിൾ, ബട്ട് നോട്ട് സോ ഈസി. ഇപ്പോൾ സെൽഫ് കോൺഫിഡൻസ്, നമുക്ക് ഇപ്പം വരെ സെൽഫ് കോൺഫിഡൻസ് ഇല്ലാത്തൊരു വ്യക്തി പെട്ടെന്ന് നമുക്ക് സെൽഫ് കോൺഫിഡൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയിലേക്ക് ചേഞ്ച് ചെയ്യാൻ, ട്രാൻസിഷൻ അത് പെട്ടെന്ന് സാധിക്കത്തില്ല. ബട്ട് ഇറ്റ് ഈസ് പോസിബിൾ. ഗ്രാജുവലായിട്ട് നമുക്ക് നമ്മളെ മാറ്റിയെടുക്കാൻ, നമ്മളെ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ളപ്പോഴാണ് നമുക്ക് നമ്മുടെ ടാലൻറ്റിനെ കുറിച്ച് ഒക്കെ തന്നെ നമ്മൾ കൂടുതൽ അവെയർ ആകുന്നത്. എനിക്ക് ഇന്ന കഴിവുണ്ട്, അപ്പോൾ ആ കഴിവുമായിട്ട് ബന്ധപ്പെട്ട ഓപ്പർച്യൂണിറ്റീസിനെ നമ്മൾ ഒരു പോസിറ്റീവ് ഐയോടുകൂടി നമ്മളതിനെ അപ്രോച്ച് ചെയ്യുകയും കാണുകയും ആ ഓപ്പർച്യൂണിറ്റീസിനെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുമ്പോഴൊക്കെയാണ് നമ്മുടെ ലൈഫിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. കാരണം നമുക്ക് എല്ലാ കാര്യങ്ങളും മറ്റുള്ളൊരു വ്യക്തിയുടെ ടാലൻറ്റ് നമുക്ക് കോപ്പി ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് അതിനെ ഇമിറ്റേറ്റ് ചെയ്യാനോ സാധിക്കത്തില്ല. മനസ്സിലായില്ല? നമുക്ക് നമ്മുടെ നേച്ചർ എന്താണോ, നമ്മുടെ യുണീക്കായിട്ടുള്ള സ്കിൽ എന്താണോ, ടാലൻ്റ് എന്താണോ, അത് മാത്രമേ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ ഏറ്റവും മികച്ച രീതിയിൽ. അപ്പോൾ അതിനെ നമുക്ക് തീർച്ചയായിട്ടും ഈ സെൽഫ് കോൺഫിഡൻസ്, സെൽഫ് ട്രസ്റ്റ് അല്ലെങ്കിൽ പോസിറ്റീവ് സെൽഫ് ടോക്ക്, ഇതിൽ കൂടെ ഒക്കെ മാത്രമേ നമുക്കതിനെ വർക്കൗട്ട് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ ഉള്ള ഈ പറഞ്ഞ എലമെൻസിനെ നമ്മൾ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കാൻ ഉള്ള കറേജ് കാണിക്കുക. എന്നിട്ട് ഈ റൈറ്റ് സൈഡിലുള്ള ഈ പറഞ്ഞ എലമെൻസിനെ നമ്മൾ കൂടുതൽ എന്താണ് പറയുന്നത്, പാമ്പർ ചെയ്യുക, പരിപോഷിപ്പിക്കുക. അപ്പോൾ അതിനുള്ള ഏറ്റവും ചെറിയ അവസരങ്ങൾ മുതൽ നമ്മൾ വിനിയോഗിക്കുക. ഇപ്പം സെൽഫ് കോൺഫിഡൻസ് നമുക്ക് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി, സെൽഫ് കോൺഫിഡൻസ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണത് ശരിക്കും ബന്ധപ്പെട്ടിരിക്കുന്നത്, നമുക്ക് മറ്റുള്ളവരെ ഫേസ് ചെയ്യാനും മറ്റുള്ളവരോട് സംസാരിക്കാനും ഉള്ള ഒരു കഴിവ് തന്നെയാണ് സെൽഫ് കോൺഫിഡൻസിൻ്റെ ഒരു പ്രൈമറി സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം എന്നാൽ മാത്രമേ നമുക്ക് അവസരങ്ങളെ കണ്ടെത്തുവാനും, കാരണം നെറ്റ്വർക്കിംഗ് എല്ലാം നമുക്കൊന്നും സാധ്യമാകത്തില്ല. റിലേറ്റിംഗ് വിത്ത് അതർ പീപ്പിൾ, മനസ്സിലായി. ഇപ്പം നമുക്ക് എല്ലാവരെയും അക്കോമഡേറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. ബട്ട് വി നീഡ് അതർ ഹ്യൂമൻ ബീയിങ്സ്. നമ്മുടെ ലൈഫ് മുന്നോട്ടുണ്ടെങ്കിൽ ബിക്കോസ് വി നീഡ് ദ ഹെൽപ്പ് ഓഫ് അതർ പീപ്പിൾ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും സെൽഫ് കോൺഫിഡൻസ് എന്നുള്ള ഒരു സ്കില്ലാണ് ശരിക്കും പറഞ്ഞത്. അപ്പോൾ അതിനെ നമ്മൾ ഡെവലപ്പ് ചെയ്യുക. അത് പോസിബിളാണ്, ബട്ട് നോട്ട് സോ ഈസി. അപ്പോൾ അതിനുള്ള വഴികൾ അതിനുള്ള ചെറിയ ചെറിയ അവസരങ്ങൾ നമ്മൾ എന്താണ് പറയുന്നത്, വർക്കൗട്ട് ചെയ്യുക. അങ്ങനെ നമുക്ക് ഗ്രാജുവലി നമ്മളെ ഈ പറഞ്ഞ സെൽഫ് ഡൗട്ടിങ് ആയിട്ടുള്ളൊരു പേഴ്സണാലിറ്റി എന്ന അവസ്ഥയിൽ നിന്നും സെൽഫ് കോൺഫിഡൻ്റ് ആയിട്ടുള്ളൊരു പേഴ്സണാലിറ്റിയിലേക്ക് നമുക്ക് യാത്ര ചെയ്യാൻ, വി ക്യാൻ ജേർണി ടുവേർഡ്സ് ദിസ് ഏരിയ. അപ്പോൾ അങ്ങനെ മാത്രമേ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ലൈഫിൽ മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ. മാറ്റം സാധ്യമാണ്, പക്ഷേ ദാറ്റ് ടേക്സ് ടൈം, ദാറ്റ് നീഡ്സ് പേഷ്യൻസ്, ആൻഡ് ദാറ്റ് ഈസ് നോട്ട് ആൻ ഈസി ടാസ്ക്. ബട്ട് വി ഹാവ് ടു ഗോ ത്രൂ ദി നെസസറി പ്രോസസ്സസ്. അതിനായിട്ടുള്ള പ്രോസസ്സസ് ഉണ്ട്. വി ഹാവ് ടു ബി സിസ്റ്റമാറ്റിക്, വി ഹാവ് ടു ബി ഡിസിപ്ലിൻഡ് എന്നൊക്കെയുള്ള, മനസ്സിലായില്ല? എന്നാൽ മാത്രമേ നമുക്ക് കാരണം ഇപ്പോൾ ഉള്ള നമ്മളുടെ ലൈഫ് ഡിസിപ്ലിനെ നമുക്ക് ഹെൽപ്ഫുൾ അല്ലാത്തതുണ്ട്. ബിക്കോസ് വി ഹാവ് ടു എലിമിനേറ്റ് ദം ആസ് എ ഹോൾ. മൊത്തമായിട്ട് നമുക്കതിനെ വലിച്ചെറിയേണ്ടി വരും. നമുക്ക് നമ്മുടെ ലൈഫിനെ ഹെൽപ്പ് ചെയ്യാത്ത നമ്മുടെ ഹാബിറ്റ്സ്, ഡിസിപ്ലിൻസ്, നമ്മുടെ ലൈഫ് സ്റ്റൈല്, അതിനെയൊക്കെ മാറ്റി തീർച്ചയായിട്ടും നമ്മുടെ ലൈഫിനെ ഹെൽപ്പ് ചെയ്യുന്ന, സപ്പോർട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാക്കുന്ന ഡിസിപ്ലിൻസ്, ഹാബിറ്റ്സ്, ബിഹേവിയേഴ്സ്, അതുപോലെ തന്നെ ടോക്സ്, നമ്മുടെ സംസാരം, നമ്മൾ സംസാരിക്കുന്നത് പോസിറ്റീവ് ആയിരിക്കത്തില്ല, വളരെ അൺഹെൽത്തി ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ സ്വയം ബോധ്യമായിട്ട് അതിനെയൊക്കെ നമുക്ക് 1 by 1 ആയിട്ട് മാറ്റിയെടുത്താൽ മാത്രമേ ഈ പറഞ്ഞ ഇടതുവശത്തു നിന്നും വലതുവശത്തേക്ക് നമ്മളെ ചേഞ്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഈ മനസ്സിലാക്കൽ എന്ന പ്രക്രിയ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ശ്രദ്ധയുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് പല കാര്യങ്ങളും മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ നമ്മളെക്കുറിച്ച് നമ്മൾ ശ്രദ്ധയുണ്ടെങ്കിൽ മാത്രമേ നമ്മളുടെ പ്രോസും കോൺസും എന്നുവെച്ചാൽ പ്രതികൂലവും അനുകൂലമായിട്ടുള്ള നമ്മളെ ചുറ്റിപ്പറ്റിയുള്ള ലൈഫിലെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം നമ്മുടെ സംസാരം, നമ്മൾ സ്ഥിരമായി നമ്മുടെ സംസാരത്തിൻ്റെ രീതിയുണ്ടല്ലോ, ആ രീതി നമ്മളെ പുള്ളിങ് ഡൗൺ, താഴേക്ക് വലിച്ച് ഇഴയ്ക്കുന്നതാണ്, അത് നമ്മളെ മുകളോട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ തിരിച്ചറിയാൻ സാധിക്കണം.
അത് നമ്മുടെ പ്രവൃത്തികൾ, ആക്ടിവിറ്റീസ്, ബി എൻഗേജിങ്, അത് നമ്മുടെ ലൈഫിനെ പ്രോഗ്രസ് ചെയ്യുന്നതാണോ, ഇമ്പ്രൂവ് ചെയ്യുന്നതാണോ, അല്ലെങ്കിൽ വളരെ ആവറേജ് അല്ലെങ്കിൽ ആവറേജിനും താഴെയായിട്ടുള്ളൊരു വ്യക്തിയായിട്ട് നമ്മളെ നിലനിർത്തുന്നതെന്നുള്ളത് ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാനുള്ള ബോധം നമുക്കുണ്ടാകും. ആ ഒരു ഡിസ്ക്രിമിനേറ്റീവ് പവർ നമുക്കുണ്ടാകും. അപ്പം ഇതെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ ഒരു സെൽഫ് ഡൗട്ടിങ് പേഴ്സൺ ആയതുകൊണ്ടാണോ, അല്ലെങ്കിൽ സെൽഫ് കോൺഫിഡൻസ് ഇല്ലാത്തൊരു വ്യക്തി, നമ്മുടെ സെൽഫ് ടോക്ക് നെഗറ്റീവ് ആയതുകൊണ്ടാണോ നമ്മുടെ ലൈഫിലെ ഈ മിസറബിൾ കണ്ടീഷൻ എന്ന് നമുക്ക്